ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ബെൻഡിറ്റ് പ്രയർ. മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ ഇന്ന് ഈ രാത്രിയിൽ മക്കളുടെ എല്ലാ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് മക്കൾ നന്നായി വരുവാനും അവരുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുവാനും ഐശ്വര്യപൂർണ്ണമായ ആരോഗ്യം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ച് മാതാപിതാക്കൾ അപ്പനും അമ്മയും മക്കളുടെ പേര് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ശുശ്രൂഷ, വചനത്തിൻ്റെ അഭിഷേകത്തിലൂടെ മക്കളെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയും നമുക്ക് പങ്കുചേരാം. ഇന്ന് ഈ രാത്രിയിൽ മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുമ്പോൾ, മക്കളുടെ മാറ്റം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 13-ാം വചനം പറയുന്നു, ഉറക്കത്തിന് അടിമയാകരുത്, ദാരിദ്ര്യം നിന്നെ പിടികൂടും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ ജീവിതത്തിൽ അലസത ഇന്ന് വളരെയധികം വരുന്നുണ്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെട്ടു പോകുന്നു. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, ചെയ്തു തീർക്കേണ്ട സമയത്ത് ചെയ്തു തീർക്കാതെ, സമയം വെറുതെ കളഞ്ഞ് എന്തിനൊക്കെയോ വേണ്ടി സമയം പാഴാക്കി കളഞ്ഞ് മൊബൈൽ ഗെയിമുകളാകട്ടെ, ടി വി ആകട്ടെ, ഷോ ആകട്ടെ, എൻ്റർടൈൻമെൻ്റ് ആകട്ടെ, അങ്ങനെ ഇനി കറങ്ങി നടക്കുക. പഠിക്കേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അപ്പനും അമ്മയും അത്യാവശ്യം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അവർ ചിലവിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു തണലിൽ കുറച്ചു കാലം ജീവിക്കാൻ പറ്റും. ആ ഒരു ബോധത്തിൽ ഒരു ഉത്തരവാദിത്തമില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ അലസതയിൽ കഴിയുന്ന മക്കളുണ്ട്. അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉറക്കത്തിന് അടിമപ്പെടരുത്, ദാരിദ്ര്യം നിന്നെ പിടികൂടുമെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം പറയുമ്പോൾ മക്കളുടെ ജീവിതം അത് ദാരിദ്ര്യത്തിൽ കുറവിലേക്കാണ് പോവുക. ഇപ്പോൾ നേടിയാലേ ഉള്ളൂ. വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സൽപ്പേരായിട്ടും ഇപ്പോൾ നേടിയാലേ, ഇപ്പോൾ സമ്പാദിച്ചാലേ ഉള്ളൂ. ആ ഒരു ബോധ്യം മക്കൾക്ക് ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വീണ്ടും വിചാരം ഉണ്ടാകട്ടെ, ലക്ഷ്യബോധം ഉണ്ടാകട്ടെ. ജീവിതത്തിൽ ഞാൻ ആരായിത്തീരണം ഇന്ന് മക്കൾക്കുള്ളൊരു വലിയ പ്രതിസന്ധിയാണ്. എന്ത് തിരഞ്ഞെടുക്കണം, ഏത് വഴിക്ക് പോകണം, ആരായിത്തീരണം, ഒരു വ്യക്തതയില്ല. ജീവിതത്തിൽ ഒരു വ്യക്തത ഉണ്ടാകണം. ഞാൻ ആരായിത്തീരണം, ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും ഇപ്പോൾ കുറച്ച് നാൾ കഠിനാധ്വാനം ചെയ്താൽ അതിൻ്റെ ഫലം ഭാവിയിൽ നന്നായി അനുഭവിക്കുവാൻ, അനുഗ്രഹം അനുഭവിക്കാൻ, ഐശ്വര്യ സമൃദ്ധി അനുഭവിക്കുവാൻ ഒരു ഇടയുണ്ടാകും. ദൈവം അനുഗ്രഹിക്കും. ആ ഒരു ബോധ്യം മക്കളിലേക്ക് വരുവാൻ ഈ രാത്രി നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ മക്കളുടെ ജീവിതത്തിൽ നിറയട്ടെ. എല്ലാ അലസതയിൽ നിന്നും മടിയിൽ നിന്നും വിമോചനം നേടി ദൈവകൃപയിലേക്കും ഉത്സാഹത്തിലേക്കും നമ്മുടെ മക്കൾ വരട്ടെ. ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ആമീൻ. മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, അലസ സ്വഭാവം ഞങ്ങളുടെ മക്കളിൽ നിന്നും വിട്ടുമാറുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഉത്സാഹശാലിയായി നിഷ്ഠയോടെ ജീവിക്കുകയും ക്രമപരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ദൈവമേ അങ്ങേ മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുവാനും ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. അമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.